ധ്യാനത്തിലെല്ലാം എൻ്റെ മക്കൾ ഉടമ്പടിയുടെ ഒരു ഹൃദയം എന്താണെന്ന് അറിയണം. ഉടമ്പടിക്ക് 2 അവയവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ മനുഷ്യന് 2 ഫാക്കൽറ്റി ഇല്ലേ, 2 കഴിവ് പ്രാഭവ കേന്ദ്രമുണ്ട് നമ്മുടെ. എന്താണ്? ഒന്ന് നമ്മുടെ വിൽ, മനസ്സ്. രണ്ടാമത്തെ നമ്മുടെ ഇൻ്റലക്റ്റ്, ബുദ്ധി, അല്ലേ? മനുഷ്യന് 2 ഫാക്കൽറ്റി ഉണ്ട്. ഇവിടെ നിന്നാണ് തിയറി ഉണ്ടാകുന്നത്, തലയിൽ നിന്നല്ലേ ആശയങ്ങൾ ഉണ്ടാകുന്നത്. ഹൃദയത്തിൽ നിന്നാണ് പ്രയോഗം ഉണ്ടാകുന്നത്. ഇച്ഛാശക്തി എന്ന് പറയത്തില്ലേ, വിൽ. അത് എവിടെയാണ്? ഇപ്പോൾ ബുദ്ധിപരമായിട്ട് ശരിയാണെങ്കിലും ചില പറയില്ല, എനിക്ക് മനസ്സില്ല, ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായിട്ടും ആശയപരമായിട്ടും തിയററ്റിക്കലായിട്ടും സൈദ്ധാന്തികമായിട്ടും ഇറ്റ്സ് ഓക്കെ, പക്ഷേ എനിക്കതിനുള്ള ഇച്ഛാശക്തി ഇല്ല എന്ന്. ഇപ്പോൾ 2 ഫാക്കൽറ്റി മനുഷ്യന് വേണം ഒരു ആക്ഷൻ സംഭവിക്കണമെങ്കിൽ. ഉടമ്പടിക്കും 2 ഫാക്കൽറ്റി ഉണ്ട്. എന്താണ്? ഒന്ന് അതിൻ്റെ നിബന്ധനകളാണ്. അതാണ് നിബന്ധനകൾ വളരെ കാര്യം. നിബന്ധനകൾ 6 എണ്ണം ഉണ്ട് നമുക്ക്. ആ നിബന്ധനകളെല്ലാം എന്താ? ഒറ്റ വാക്കാണ് നിബന്ധന: അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. മരിയൻ ഉടമ്പടിയും ബൈബിളിലെ സാധാരണ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ഉടമ്പടി നോഹിൻ്റെ കാലം മുതൽ, എബ്രഹാത്തിൻ്റെ കാലം മുതൽ, മോസസിൻ്റെ കാലം മുതൽ ഇങ്ങനെ ദൈവം ജനത്തോട് ബന്ധപ്പെടുന്ന ഒരു പൊതു ഫോർമാറ്റാണ്, ഒരു പൊതു ഫോർമുലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം മനുഷ്യൻ വാഗ്ദാനം പ്രാപിക്കാൻ മനുഷ്യൻ, ഇപ്പോൾ എബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിച്ചത്? വിശ്വാസം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഒരു വിഷയമുണ്ട്. എന്താണ്? അതിൻ്റെ സമയം അപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എബ്രഹാത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ മേൽ പ്രാപിക്കാൻ സമയത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ലാത്ത കൊണ്ടാണ് ഇസഹാക്ക് ജനിക്കാൻ താമസിച്ച കൊണ്ട് സാറ എബ്രഹാത്തിനെ സമ്മർദ്ദത്തിലാക്കി ഹാഗറിനെ കൊണ്ട് കുഞ്ഞിനെ പ്രസവിപ്പിച്ചത്. ആ സമയത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ലാതെ വന്നപ്പോൾ സംഭവിച്ച വിഷയമാണത്. പക്ഷേ മരിയൻ ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടേത് എന്താണ്? മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി പ്രത്യേകത എന്താണ്? സമയത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരമാണത്. അതാണ് സാധാരണ ഉടമ്പടിയും മരിയൻ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. സമയമായില്ല എന്ന് ഈശോ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണ്. ആദ്യം ലൂക്ക 1:28 ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. എൻ്റെ ദൈവവേദനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? കൃപ നിറയുകയാണ്. കൃപ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ജ്ഞാനവും നിറയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി സമയമാകാത്തൊരു വിഷയമാണ് ഈശോൻ്റെ ജീവിതത്തിലെ പരസ്യജീവിതം തുടങ്ങേണ്ട കാലം, പിതാവിൻ്റെ മനസ്സിലുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം, വീര്യപ്രവർത്തികളുടെ കാലം, അത് പിതാവിൻ്റെ മനസ്സിൽ നിശ്ചയിക്കുന്ന സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്. ആ സമയത്തെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാന ഉപദേശമാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. അല്ല വെള്ളം കോരാനും പടി നിറക്കാനുള്ള വിഷയമല്ലത്. ബൈബിൾ ആകമാനം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി സീനായി മലമുകളുടെ താഴ്വരയിൽ സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? മോസസിനെ അവർ രഹസ്യമായിട്ട് കൊല്ലാൻ തീരുമാനിക്കും. അവരുടെ മനസ്സതാണ് വെളിപ്പാക്കുന്നത്. എന്താ കാര്യം? വാഗ്ദാന നാട് പ്രാപിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജെറിക്കോ കോട്ടയാണ്. ജെറിക്കോ കോട്ട രാക്ഷസന്മാരുടേതാണ്. അവർ യുദ്ധ നൈപുണ്യമുള്ളത് കാരണം ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൽ യുദ്ധത്തിൻ്റെ പരിപാടി അല്ലായിരുന്നു. ഈജിപ്തിലെ അവർ ഇഷ്ടിക പണിക്കാരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജെറിക്കോ കോട്ടയിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഇവരെ കൊന്നു കളയും. ബാക്കി കുറേ പേര്, 1-2 ലക്ഷം പേര് അവശേഷിച്ചാലും ജോർദാൻ നദി ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നമാകും. എന്താണ്? ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ ആൾക്കാരെ എത്ര വള്ളത്തിനകത്തോട്ട് കിടക്കാൻ പറ്റും? വള്ളമില്ലെങ്കിൽ ഇപ്പോൾ ഇന്നതാ മാർഗം, നീന്തി പോകാനേ പറ്റത്തുള്ളൂ. നീന്തി അക്കരത്ത് ചെല്ലുമ്പോൾ കാനാനിയൻസ് ഉണ്ട്, ജബൂസിയറുണ്ട്, ഫിലിസ്തീയരുണ്ട്, വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അതോടുകൂടി യാത്ര തീരും. ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തടസ്സമായെന്നൊക്കെ ഉന്നയിച്ച് നോക്കുമ്പോഴേ നമ്മുടെ മുമ്പിലുള്ള പരിപാടി എന്താ? ഇവൻ്റെ പരിപാടി അങ്ങനെ തീർക്കുകയാണെങ്കിൽ, മോസസിൻ്റെ പരിപാടിയൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം. അവിടെ അടിമയായി ജീവിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണം കിട്ടും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാളയത്തിൽ പടയായി. അതിൻ്റെ അങ്ങനെയുള്ള ഛിദ്ര ചിന്തകൾ ജനങ്ങളുടെ ഇടയിൽ വന്ന് നിരാശപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ആണ് മോസസ് ഉടമ്പടി മല അടിവാരത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം. എന്നിട്ട് യഹോവയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടും. ജീവിതം വഴിപൊട്ടുമ്പോഴാണ് നീ ഉടമ്പടി മലയിൽ വരേണ്ടത്. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. ദൈവം പറഞ്ഞു,
ഇത്രയും വിഷമിക്കേണ്ട, നിൻ്റെ ചങ്ക് പതറേണ്ട കാര്യമില്ല. ജനങ്ങളോട് പറയണം, അവരുടെ ജീവിത പ്രതിസന്ധി പരിഹരിക്കാൻ ഞാൻ അവരുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ്. ഞാൻ അവരുടെ കൂടെ വരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ കൂടെ വരുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വ്യഭിചരിക്കാൻ പാടില്ല, അതാണ് ആദ്യം പറയണത്. പിന്നെ അവർ പരസ്പരം കൊല്ലാൻ പാടില്ല. പിന്നെ എന്താ, അവർ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. പിന്നെ എന്താ, എൻ്റെ സ്ഥാനത്ത് ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. പൊയ് ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കരുത്. ഞാനാണ് അവരുടെ ദൈവമെന്ന്. 10 കൽപ്പന കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയണം. എന്താ കാര്യം എന്നറിയാവോ? ആ 10 കൽപ്പന പാലിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ നിർഗുണന്മാരാക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്തിനാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ ജെറിക്കോ കോട്ട പൊടിക്കാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ ജോർദാൻ നദി വറ്റിക്കാൻ നിൻ്റെ ദൈവം നിൻ്റെ കൂടെ വരാനുള്ള ദൈവത്തിൻ്റെ ഗാഢമായ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. കൈ അടിച്ചു കർത്താവ്. ജനങ്ങളോട് മോസസ് പറഞ്ഞു, കർത്താവ് നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജോർദാനെയും നമ്മൾ പേടിക്കണ്ട, ഒരു വള്ളവും നമ്മൾ തിരക്കണ്ട. 6 ലക്ഷം പേരെ ഈ ജോർദാൻ വറ്റിച്ചുകൊണ്ട് വരണ്ട ഭൂമിയിലൂടെ നമ്മുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ദൈവം വാഗ്ദാന നാട്ടിൽ നമ്മളെ എത്തിക്കും. ഇനി ജെറിക്കോ കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. മോസസിൻ്റെ കാലം വരെ ദൈവം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുണ്ട്, നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. അതാണ് ഉടമ്പടി. അതാണ് പുറപ്പാടിൻ്റെ 14 നിങ്ങൾ മൗനമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എഫേസ്യ ലേഖനത്തിൽ 2:8 പറയണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന് കൈയടിച്ച് കർത്താവ്. ഇത് കേട്ടതുകൂടി ജനങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവ് ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വരാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കന്മാർ ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഞാനാണ് നിൻ്റെ ദൈവം, മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോൾ, ജനം കൈ ഉയർത്തി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. കർത്താവ് പറഞ്ഞതുപോലെ ജോർദാൻ പൊടിക്കാൻ, ജോർദാൻ വറ്റിക്കാൻ, ജെറിക്കോ പൊടിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനെ പങ്കുചേർക്കാൻ, ദൈവത്തിൻ്റെ പക്ഷം നിൽക്കാൻ ഞങ്ങൾ ചെയ്യും. എന്താണ്? കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തവരെ ഉടമ്പടി നിബന്ധനകള് നിറവേറ്റിക്കൊണ്ട് വിശുദ്ധി പാലിച്ച് എബ്രാഹത്തോട് ദൈവം പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകത്തില് 17:1 ദൈവം സംസാരിച്ചതുപോലെ നീ എൻ്റെ മുമ്പാകെ വേപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. കർത്താവേ, അങ്ങയുടെ മുമ്പിലെ കുറ്റമറ്റവളായി വേപരിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണമേ, വചനം പാലിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആദ്യകാലം മുതൽ പറയണതാണ്. എന്താണ്? എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അങ്ങനെ വന്നാൽ നിൻ്റെ വിശുദ്ധിയിലെ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ഇമ്മാനുവേൽ. ഇതും ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. വചനം മാംസമായത് എബ്രാഹത്തിന് നൽകിയ ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നിനക്ക് നിൻ്റെ സന്തതിക്ക് ഞാൻ അവകാശമായി നൽകുമെന്ന് പറയുമ്പോൾ സന്തതികൾക്കല്ല, യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചതെന്ന് ഗലാത്യർ 3:15-16 പറയണത് കർത്താവ് ഉദ്ദേശിച്ചതാണ്. എല്ലാം ദൈവത്തിന് ഉടമ്പടിയാണ്. സ്വന്തം മകനെ ലോകത്തിന് നൽകുന്നത് പോലും. പുറപ്പാടിൻ്റെ 18-19-8 കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വചനം പോലെ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ മരിയൻ വാക്കാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഉടമ്പടിയിലെ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഉടമ്പടി തന്നപ്പോൾ അമ്മ അത് വ്യാഖ്യാനിച്ചു തന്നു. മകനെ, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് വെച്ചാൽ ഈശോ ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ, അനുദിന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചാൽ മതിയെന്ന് അവൻ നമ്മളോട് പറഞ്ഞതാണ്. ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ പത്രം വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ഓരോരുത്തരും കൊടുക്കുന്നത്. അവൻ പറഞ്ഞതാണ്. എന്തിനാണ് പത്രം? നിങ്ങൾ സാക്ഷ്യം പറഞ്ഞതെല്ലാം സത്യത്തില്ലേ? ഞങ്ങൾക്കൊരു പത്രം കിട്ടി, അങ്ങനെയാണ് ഞങ്ങൾ വന്നതെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? സുവിശേഷം പ്രചരിക്കപ്പെട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം. അറിയാത്തവർ അറിഞ്ഞല്ലേ അർത്ഥം, അറിഞ്ഞവർ ആഴപ്പെട്ടെന്നല്ലേ അർത്ഥം. വലിയ സുവിശേഷ വേലയാണ് കേരളം മുഴുവൻ നടക്കുന്നത്, ലോകം മുഴുവൻ നടക്കുന്നത്. അവൻ പറഞ്ഞതാണ് അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. അതുകൊണ്ടാണ് നമ്മൾ 3 പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നത്. ഉടമ്പടിയും നമ്മൾ 3 പാപങ്ങൾ 3 മാസങ്ങൾ വെറുത്തുപേക്ഷിക്കത്തില്ലേ? എന്താ കാര്യം? മർക്കോസിൻ്റെ 1:15 അവൻ പറഞ്ഞതാണ്. എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നാണ്. വിശുദ്ധിയാണ് അത്. എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:1 മർക്കോസിൻ്റെ 1:15 എന്താണ്? ലോകം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന്. അതെല്ലാം ഉടമ്പടിയുടെ നിബന്ധനകളാണ്.
വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി അമ്മ തന്നിരിക്കുന്ന രക്ഷപ്പെടാനുള്ള സൂത്രവാക്യമാണ് ഉടമ്പടി. അതുകൊണ്ട് എൻ്റെ മക്കൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ ഓർക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച ലത്തീൻ പള്ളികളിലെല്ലാം വായിച്ച ഒരു വിശേഷമുണ്ട്. പത്രോസ് കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ മീനില്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിക്കണ സുവിശേഷമാണ്. മീനില്ലാത്ത കടലാണ്, മീനുള്ള കടലിൽ നിന്നല്ല മീൻ പിടിച്ചിരിക്കണത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, അച്ഛാ 2 കോടി കടമുണ്ട് അച്ഛാ, അത് മതി കണ്ണുനീരോടെ നിൽക്കും. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അത് രക്ഷപ്പെടാൻ വേണ്ടി മാനുഷികമായ വല്ല വഴിയും ഉണ്ടോ എന്ന്. അപ്പോൾ അവരെന്നോട് തിരിച്ച് പറയും, അച്ഛാ ഒരു വഴിയുമില്ല, കിട്ടാനുള്ള സ്ഥലത്തു നിന്നെല്ലാം വാങ്ങിച്ച് കുഴിക്കാനുള്ളെല്ലാം കുഴിച്ച് വെച്ചിരിക്കുകയാണ്, ഇനി ഓരോരുത്തും കുഴിക്കാൻ ഇല്ല, സ്ഥലമില്ല, കിട്ടാനില്ല, വാങ്ങിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കും. സന്തോഷത്തോടെയാണ് ചിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? നമ്മളെ ബുദ്ധിക്കും ശക്തിക്കും ശേഷിക്കും ശേഷിക്കും ഒക്കെ ഒരു വഴി കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? യോഹന്നാൻ 14:6 അവൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വഴിമുട്ടുമെന്ന്. നിനക്ക് വഴിമുട്ടുമ്പോൾ ഞാനാണ് വഴിയെന്ന്. എൻ്റെ ദൈവവേദന നിൻ്റെ മുമ്പിൽ ഒരു വഴിയില്ലെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് വഴിയേ ഇല്ലെന്നല്ല, കർത്താവാണ് എൻ്റെ വഴിയെന്നാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. രാത്രി മുഴുവനും ഞങ്ങൾ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കടലിൽ മീനില്ല കർത്താവേ. വെള്ളമില്ലാത്തടത്ത് എങ്ങനെ മുങ്ങും? മീനില്ലാത്ത കടലിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് ജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി പാലിച്ചാൽ മതിയെന്ന്. പുറപ്പാട് 19:8 പറഞ്ഞില്ലേ, കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റുമെന്ന്. അപ്പോൾ കർത്താവ് ജെറീക്കോ കോട്ട പൊടിക്കും, കർത്താവ് ജോർദാൻ വറ്റിക്കും, ശെമയോനും അത് തന്നെയാണ് പറയുന്നത്. കർത്താവെ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വിലയിറക്കും. അപ്പോൾ മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കുന്നത് അങ്ങായിരിക്കും, മീൻ കയറാത്ത വരിയിലേക്ക് മീൻ കയറ്റുന്നത് അങ്ങായിരിക്കും, എല്ലാം നീ തന്നെയായിരിക്കും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. സ്വരത്തിൽ എല്ലാവരും